കാൽപന്തിൻ യൂറോപ്യൻ സൗന്ദര്യവും തന്ത്രങ്ങളും കോർത്തിണക്കി പോർച്ചുഗൽ മൈതാനം ഭരിക്കാനിറങ്ങുമ്പോൾ അവർക്ക് കടുത്ത വെല്ലുവിളികളുമായി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വന്യമായ താളവും മനോഹാരിതവുമായി കൊളംബിയയുമുണ്ട്. കളിമുറ്റത്ത് പുതിയ ചരിത്രമെഴുതാൻ ഏഷ്യയിൽ നിന്നെത്തുന്ന കന്നി ഉസ്ബെക്കിസ്ഥാനും. ആഫ്രിക്കൻ വൻകരയുടെ കരുത്തും പോരാട്ടവീര്യവുമായി അട്ടിമറി വീരന്മാരായി പോന്ന കോങ്കോയും ചേരുന്നതോടെ ആരെല്ലാം കരകയറുമെന്നത് കണ്ടറിയേണ്ടതാണ്. യുവത്വവും പരിചയസമ്പത്തും ഒത്തുചേർന്ന ലോകത്തെ ഏറ്റവും മൂല്യമുള്ള സ്ക്വാഡുകളിലൊന്നാണ് നിലവിൽ പറങ്കിപ്പടക്കുള്ളത്. മുൻകാലങ്ങളിൽ പ്രതിരോധത്തിന് മാത്രം ഊനം നൽകിയിരുന്നവർ ഇപ്പോൾ ലോകത്തെ ഏത് വമ്പന്മാരെയും തകർക്കാൻ പോന്ന ആക്രമണകാരികളായി വരികയാണ്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 5ാം സ്ഥാനത്താണ് പോർച്ചുഗലിന്റെ സ്ഥാനം. തങ്ങളുടെ 9ാം വേൾഡ് കപ്പിന് പറങ്കിപ്പട സജ്ജരാകുമ്പോൾ ഇതിഹാസ നായകൻ റൊണാൾഡോയുടെ കരിയറിന് പൂർണ്ണത നൽകിക്കൊണ്ട് ഈ ലോകകപ്പ് അവസാനിപ്പിക്കുക എന്ന ദൗത്യം കൂടെ പോർച്ചുഗലിനുണ്ട്. 1966-ൽ യുസേബിയുടെ കരുത്തിൽ 3ാം സ്ഥാനം നേടിയാണ് ലോകകപ്പ് ചരിത്രത്തിലെ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി തുടർച്ചയായി ലോകകപ്പ് കളിക്കുന്നവർക്ക് ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമില്ല. സ്പാനിഷ് തന്ത്രജ്ഞനായ റോബർട്ടോ മാർട്ടിനസ് ആണ് പോർച്ചുഗലിന്റെ മുഖ്യ പരിശീലകൻ. ടീമിലെ ഓരോ താരത്തിന്റെയും മികവ് കൃത്യമായി ഉപയോഗിക്കുന്ന 4-3-3 ശൈലിയാണ് അദ്ദേഹം സാധാരണയായി പരീക്ഷിക്കാറുള്ളത്. വിങ്ങുകളിലൂടെ അതിവേഗം പന്തുമായി മുന്നേറുന്ന വിങ്ങർമാരും മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്ന പ്ലേമേക്കർമാരും കടുത്ത പ്രസ്സിങ്ങും ഒത്തുചേരുന്ന മാർട്ടിനസിന്റെ കീഴിലുള്ള പോർച്ചുഗലിന്റെ കളിശൈലി ഇങ്ങനെയാണ്. റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, പ്രതിരോധ കോട്ട കാക്കുന്ന റൂബൻ ഡയസ് എന്നിവരാണ് ആ ടീമിന്റെ കരുത്ത്. മിഡ്ഫീൽഡിൽ വിറ്റീഞ്ഞയും ആക്രമണത്തിൽ റാഫേൽ ലിയാവോയും ചേരുമ്പോൾ ടീം കൂടുതൽ അപകടകാരികളായി മാറുകയാണ്. യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് എഫിൽ 1ാം സ്ഥാനക്കാരായാണ് പോർച്ചുഗൽ ലോകകപ്പിലേക്ക് യോഗ്യത ഉറപ്പാക്കിയത്. എന്നാൽ ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്താൻ പോകുന്ന ടീമാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള കൊളംബിയ. ശാരീരിക ക്ഷമതയിലും വേഗതയിലും സാങ്കേതിക തികവിലും മുന്നിൽ നിൽക്കുന്ന കൊളംബിയൻ താരങ്ങൾ ഏത് വലിയ താരത്തെയും തകർക്കാൻ കെൽപ്പുള്ളവരാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ പരമ്പരാഗതമായ ചടുലതയും വീര്യവും ഒത്തുചേരുന്ന കളിമികവ് പോർച്ചുഗലിന് വെല്ലുവിളിയാകുമോ എന്നത് കണ്ടറിയണം. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 13ാം സ്ഥാനത്താണ് കൊളംബിയയുടെ സ്ഥാനം. കഴിഞ്ഞ 2022 ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിയാതെ പോയതിന്റെ നിരാശ തീർക്കാനാണ് കൊളംബിയ ഇത്തവണ അവിടെ ഇറങ്ങുന്നത്. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ എത്തിയതാണ് ചരിത്രത്തിൽ കൊളംബിയയുടെ ഏറ്റവും മികച്ച പ്രകടനം. അർജന്റീനക്കാരനായ നെസ്റ്റർ ലോറൻസോയാണ് കൊളംബിയ ടീമിന്റെ മുഖ്യ പരിശീലകൻ. കളിയിലുടനീളം കടുത്ത ശാരീരിക പോരാട്ടങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ വിങ്ങുകളിലൂടെ കൗണ്ടർ അറ്റാക്കുകൾ നടത്തുന്ന ശൈലിയാണ് അദ്ദേഹം ടീമിന് നൽകിയിരിക്കുന്നത്. മധ്യനിരയിൽ നിന്ന് കൃത്യമായ ലോങ് പാസുകളിലൂടെയും വിങ്ങർമാരുടെ അതിവേഗ കുതിപ്പിലൂടെയും എതിരാളികളുടെ ബോക്സിലേക്ക് പന്തെത്തിക്കുന്നതാണ് കൊളംബിയൻ പടക്കോപ്പുകളുടെ പ്രധാന തന്ത്രം. ബയേൺ മ്യൂണിക്കിന്റെ വിങ്ങറായ ലൂയിസ് ഡയസ് ആണ് കൊളംബിയയുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം. കൂടാതെ 2014 ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവും മുൻ റയൽ മാഡ്രിഡ് താരവുമായ ജെയിംസ് റോഡ്രിഗസിന്റെ എക്സ്പീരിയൻസും ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്ന ജെഫേഴ്സൺ ലെർമ, പ്രതിരോധത്തിൽ ഡേവിസൺ, സാഞ്ചസ് എന്നിവരും കൊളംബിയൻ നിരയിൽ നിർണായക പങ്കുവയ്ക്കുന്ന താരങ്ങൾ തന്നെയാണ്. യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനക്കാരായാണ് കൊളംബിയ ലോകകപ്പിലേക്ക് ടിക്കറ്റ് എടുത്തത്. അർജന്റീന, ബ്രസീൽ തുടങ്ങിയ വമ്പന്മാരെ പോലും യോഗ്യതാ മത്സരങ്ങളിൽ കടുത്ത പ്രതിരോധത്തിലാക്കാൻ ലൊറൻസോയുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്വന്തം തട്ടകത്തിലും പുറത്തും ഒരേപോലെ മികച്ച ഫോം നിലനിർത്തിയാണ് അവർ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയത്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി വീരന്മാരാകാൻ സാധ്യതയുള്ളത് ഏഷ്യൻ പ്രതിഭകളായ ഉസ്ബെക്കിസ്ഥാനാണ്. ഏഷ്യൻ വൻകരയിൽ നിന്ന് സമീപകാലത്ത് വലിയ വളർച്ച കൈവരിച്ച ടീമുകളിലൊന്നാണ് അവർ. തങ്ങളുടെ കന്നി ലോകകപ്പ് അവിസ്മരണീയമാക്കാൻ വലിയ ആവേശത്തോടെയാണ് അവർ വടക്കേ അമേരിക്കയിലേക്ക് വണ്ടി കയറിയത്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 50ാം സ്ഥാനത്താണ് ഉസ്ബെക്കിസ്ഥാൻ ഉള്ളത്. അവരുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായാണ് അവർ ഫിഫ ലോകകപ്പിൽ കളിക്കാനിറങ്ങുന്നതെന്ന പ്രത്യേകതയും ആ ടീമിലുണ്ട്. പലതവണ കയ്യകലത്തിൽ നഷ്ടപ്പെട്ട വേൾഡ് കപ്പ് യോഗ്യത നിരാശകളെ മായ്ക്കാൻ ഇത്തവണ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്
പരിശീലകൻ കറ്റാനയ്ക്ക് കീഴിൽ താരങ്ങൾ ഇറങ്ങുന്നത്. പ്രതിരോധത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു യൂറോപ്യൻ ശൈലിയാണ് അദ്ദേഹം ഈ ഏഷ്യൻ ടീമിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. 5-3-2 അല്ലെങ്കിൽ 3-5-2 എന്ന ശൈലിയിൽ കളിച്ച് സ്വന്തം ഗോൾമുഖം കാക്കുകയും എതിരാളികൾ വരുത്തുന്ന ചെറിയ പിഴവുകളിൽ നിന്ന് മിന്നൽ വേഗത്തിൽ കൗണ്ടർ അറ്റാക്ക് നടത്തി ഗോൾ നേടുകയുമാണ് ഇവരുടെ പ്രധാന രീതി. ഇറ്റാലിയൻ ക്ലബ്ബായ റോമയുടെ സൂപ്പർ താരം എൽദോറാണ് ഉസ്ബെക്കിസ്ഥാന്റെ നായകൻ. ഫ്രഞ്ച് ക്ലബ്ബായ ലെൻസിന് വേണ്ടി കളിക്കുന്ന യുവ പ്രതിരോധ താരം ഉസനോവാണ് ഇവരുടെ മറ്റൊരു പ്രധാന കരുത്ത്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്ന ഒസ്റ്റൻ ഉറുനോവ് കൂടെ ചേരുമ്പോൾ ടീമിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. അവസാനമായി ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള കോങ്കോയാണ്. വടക്കേ അമേരിക്കൻ ടീമായ ജമൈക്കയെ അധിക സമയ ഗോളിൽ പരാജയപ്പെടുത്തിയാണ് കോങ്കോ വരവറിയിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 56 സ്ഥാനമുള്ള കോങ്കോയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ലോകകപ്പാണിത്. ഫ്രഞ്ച് പരിശീലകൻ സെബാസ്റ്റ്യന്റെ കീഴിൽ കടുത്ത പ്രസ്സിങ്ങും ഉയർന്ന ശാരീരിക ക്ഷമതയിലുമൂന്നിയ വേഗതയുമേറിയ കളിയാണ് കോങ്കോയുടെ മുഖമുദ്ര. ഫ്രഞ്ച് ക്ലബ്ബ് മായ്സയുടെ പ്രതിരോധ താരം ചാൻസൽ എംബെമ്പെ നയിക്കുന്ന ടീമിൽ യുവാൻ വിസെ, മാറ്റുസോമി തുടങ്ങിയ യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന പ്രമുഖ താരങ്ങളുണ്ട്. ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 48ആയി വർദ്ധിച്ചത് മത്സരങ്ങളുടെ ആവേശം കുറക്കുന്നു എന്നൊരു പൊതുവായ സംസാരമുണ്ട്. പക്ഷേ കാൽപന്ത് ഭാഗ്യത്തിന്റെ കൂടെ കളിയാണെന്ന് ഓർക്കണം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ വമ്പന്മാർ അടിപതറിയത് നാം കണ്ടതാണ്. ഈ ഗ്രൂപ്പിൽ പോർച്ചുഗലിന് തലവേദന സൃഷ്ടിക്കുന്നത് കൊളംബിയൻ താരങ്ങളുടെ പടയോട്ടം തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. റൊണാൾഡോയുടെ ഇതിഹാസ പൂർത്തീകരണത്തിനും രാജ്യത്തിന്റെ മോഹക്കപ്പിനായി പറങ്കിപ്പട അടരാടുമ്പോൾ ഗ്രൂപ്പ് കെയിലെ മത്സരങ്ങൾ ആവേശത്തിലായിരിക്കും. എന്നിരുന്നാലും കാത്തിരുന്നു കാണുക.